ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എൻ്റർപ്രനേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് എൻ്റർപ്രനേഴ്സിനെ മെയിനായിട്ട് 5 കാറ്റഗറൈസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്, സെക്കൻഡ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി, third is on the basis of motivation, fourth one is on the basis of stages of development, and next one is classification on the basis of entrepreneurial activity, and final one is classification by Clarence Danhoff. ഇത്രയാണ് മെയിനായിട്ട് ടൈപ്സ് ഓഫ് എൻ്റർപ്രനേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ് ഓഫ് ബിസിനസ്. ഓൺ ദ ബേസ് ഓഫ് ടൈപ്സ് ഓഫ് ബിസിനസ്സിനെ വീണ്ടും ഫർദർ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ബിസിനസ് എൻ്റർപ്രനർ, ട്രേഡിംഗ് എൻ്റർപ്രനർ, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രനേഴ്സ്, കോർപ്പറേറ്റ് എൻ്റർപ്രനേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ എൻ്റർപ്രനേഴ്സ്. ദെൻ നമ്മൾ ഫസ്റ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് ആരാണ് ബിസിനസ് എൻ്റർപ്രനർ എന്നാണ് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ he as an individual who discover an idea to start a business and then build a business and to give birth an idea. അതായത് ബിസിനസ് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിരിക്കാം. ആരാണോ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനായിട്ട് ഐഡിയാസ് കൊണ്ടുവരുന്നതോ ആ ഐഡിയാസ് വഴി ഒരു ബിസിനസ്സിന് ജന്മം നൽകുന്നത്, അതായത് ഒരു ബിസിനസ് ഫേം ഓപ്പൺ ചെയ്യുന്നത് ആരാണോ അവരെ പറയുന്നതാണ് ബിസിനസ് എൻ്റർപ്രനർ എന്ന്. അപ്പോൾ ബിസിനസ് എൻ്റർപ്രനർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബിസിനസ് എൻ്റർപ്രനർ ഈസ് എ ഇൻഡിവിജ്വൽ ഹു സ്റ്റാർട്ട് എ ബിസിനസ്. അതാണ് ബിസിനസ് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് സെക്കൻഡ് പോയിൻ്റാണ് ട്രേഡിംഗ് എൻ്റർപ്രനേഴ്സ്. ട്രേഡിംഗ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീസ് എ എൻ്റർപ്രനർ, ഹീസ് ഓൾസോ എ എൻ്റർപ്രനർ ആയിരിക്കും. ഹി മെയിൻലി ഫോക്കസ് ഓൺ എ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, ദാറ്റ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ദാറ്റ് ഈസ് ട്രേഡിംഗ് എൻ്റർപ്രനേഴ്സ്. അപ്പോൾ ട്രേഡിംഗ് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. ആരാണോ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരെ പറയുന്നതാണ് ട്രേഡിംഗ് എൻ്റർപ്രനേഴ്സ് എന്ന്. ട്രേഡിങ്ങിൽ മെയിനായിട്ട് എന്താ പറയുക? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് ട്രേഡിംഗ് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് തേർഡ് കാറ്റഗറിയായ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രനേഴ്സ്. ഇൻഡസ്ട്രിയൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ എ ഇൻഡസ്ട്രിയൽ പർപ്പസസ്, ദാറ്റ് മീൻസ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. അതിനെയാണ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ഹൂ സ്റ്റാർട്ടഡ് ഓർ അണ്ടർടേക്ക് ദ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ആരാണോ അവരാണ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വരുന്നതാണ് കോർപ്പറേറ്റ് എൻ്റർപ്രനർ. കോർപ്പറേറ്റ് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീസ് എ പേഴ്സൺ ഹൂസ് ഡെമോൺസ്ട്രേറ്റ് ഹിസ് ഇന്നോവേറ്റീവ് സ്കിൽ ഇൻ ഓർഗനൈസേഷൻ ആൻഡ് മാനേജിങ് കോർപ്പറേറ്റ് അണ്ടർടേക്ക്. കോർപ്പറേറ്റ് അണ്ടർടേക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പേഴ്സണാണ്. അയാളുടെ ഇന്നോവേറ്റീവ് സ്കില്ല് ആരാണോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് പുതിയ പുതിയ സ്കിൽസ് കൊണ്ടുവന്നിട്ട് അത് ആരാണോ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നത്, ഇന്നോവേറ്റീവ് സ്കില്ല് ആരാണോ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നത് അവരെ പറയുന്നതാണ് കോർപ്പറേറ്റ് എൻ്റർപ്രനർ എന്ന്. നെക്സ്റ്റ് പോയിൻ്റാണ് അഗ്രികൾച്ചറൽ എൻ്റർപ്രനർ. അഗ്രികൾച്ചറൽ എൻ്റർപ്രനർ എന്ന് പറഞ്ഞാലായിരിക്കും ഹു അണ്ടർടേക്ക് ദ ആക്ടിവിറ്റീസ് ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അതായത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസൊക്കെ ആരാണോ അണ്ടർടേക്ക് ചെയ്യുന്നത് അവരെ പറയുന്നതാണ് അഗ്രികൾച്ചറൽ എൻ്റർപ്രനേഴ്സ് എന്ന്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ക്രോപ്സിൻ്റെ മാർക്കറ്റിംഗ്, കൾട്ടിവേഷൻ, ഫെർട്ടിലൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അഗ്രികൾച്ചറൽ എൻ്റർപ്രനറിൽ വരുന്നത്. ഈ അഗ്രികൾച്ചറൽ എൻ്റർപ്രനേഴ്സിൻ്റെ പറയുന്ന വേറൊരു പേരാണ് അഗ്രിപ്രനേഴ്സ്. അഗ്രിപ്രനേഴ്സ് എന്നാണ് അഗ്രികൾച്ചർ എൻ്റർപ്രനേഴ്സിന് പറയുന്ന വേറൊരു പേര്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ് ഓഫ് ബിസിനസ്സിനെ നമ്മൾ മെയിനായിട്ട് 5 കാറ്റഗറീസ് ആണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജീസ്. ടെക്നോളജീസിൻ്റെ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ടൈപ്സ് ആണ് വരുന്നത്. ടെക്നിക്കൽ entrepreneur, non-technical entrepreneurs and professional entrepreneurs. These are the main categories of on the basis of technology. Then first we move on technical entrepreneurs. Technical entrepreneurs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. They extremely task oriented. അതായത് ടെക്നിക്കൽ എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മെയിൻലി ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അതിനെയാണ് പറയുന്നത് ടെക്നിക്കൽ എൻ്റർപ്രനർ. ദേ ഡെവലപ്പ് ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ബിക്കോസ് ഓഫ് ദെയർ
ക്രാഫ്റ്റ്മാൻഷിപ്പ്. ദേ കോൺസെൻട്രേറ്റ് മോർ ഓൺ പ്രൊഡക്ഷൻ ദാൻ മാർക്കറ്റിംഗ്. അതായത് ടെക്നിക്കൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ടാസ്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇവർ മെയിനായിട്ട് ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതായത് പുതിയ പുതിയ ക്രാഫ്റ്റ്മാൻഷിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് ടെക്നോളജീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും. അതായത് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട്, പുതിയ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഗുഡ്സിൻ്റെ ക്വാളിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നവരാണ് ടെക്നിക്കൽ എൻ്റർപ്രനേഴ്സ്. ഇവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷനിലായിരിക്കും, അല്ലാണ്ട് മാർക്കറ്റിങ്ങിലേക്കായിരിക്കില്ല ഇവർ മെയിൻ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇവർ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും? പ്രൊഡക്ഷനിലായിരിക്കും. അപ്പോൾ ടെക്നിക്കൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ടാസ്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. അവർ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ന്യൂ ഐഡിയാസും ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ അവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും? പ്രൊഡക്ഷനിലായിരിക്കും, നോട്ട് എ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് പറയുന്നതാണ് നോൺ ടെക്നിക്കൽ എൻ്റർപ്രനേഴ്സ്. നോൺ ടെക്നിക്കൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുമ്പോൾ അവർ എന്തിനായിരിക്കും മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ടിരിക്കുക? ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക മാർക്കറ്റിംഗ് ആസ്പെക്ട്സിനെ ആയിരിക്കും മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. ടെക്നിക്കലിൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നോൺ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. അവർ എന്തിനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക? മാർക്കറ്റിംഗ് ഫീൽഡിലായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ദീസ് എൻ്റർപ്രനേഴ്സ് ആർ കോൺസെൻട്രേറ്റ് വിത്ത് ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ പ്രോഡക്റ്റ്. ദേ ഡെവലപ്പ് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ടു പ്രൊമോട്ട് ദെയർ ബിസിനസ്. ദസ് കോൺസെൻട്രേറ്റ് മോർ ഓൺ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ്. തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ടെക്നിക്സിൽ അവർ മെയിനായിട്ട് മാർക്കറ്റിംഗ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാനും അതുവഴി അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിരിക്കും നോൺ ടെക്നിക്കൽ എൻ്റർപ്രനേഴ്സ് ശ്രമിക്കുക. അതേപോലെ തന്നെ അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആസ്പെക്ട്സിലായിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് പ്രൊഫഷണൽ എൻ്റർപ്രനേഴ്സ്. പ്രൊഫഷണൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീസ് ആൻ എൻ്റർപ്രനേഴ്സ് ഹൂ സ്റ്റാർട്ട് ദ ബിസിനസ് യൂണിറ്റ് ബട്ട് ഡസ് നോട്ട് ക്യാരി ഓൺ ദ ബിസിനസ് ഫോർ എ ലോങ് പീരിയഡ്. അതായത് പ്രൊഫഷണൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എൻ്റർപ്രനേഴ്സ് തന്നെയാണ്. അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ അവർ ലോങ് പീരീഡിലേക്കായിരിക്കില്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വേറൊരാൾക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വേറൊരു വെഞ്ചർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യും. അതാണ് പറയുന്നത്. അവർ ഒരെണ്ണത്തിൽ തന്നെ ഉറച്ചു നിൽക്കില്ല. ആദ്യം തന്നെ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് വിൽക്കും. അത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ വേറൊരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനത്തെ ആൾക്കാരെ പറയുന്നതാണ് പ്രൊഫഷണൽ എൻ്റർപ്രനേഴ്സ്. അപ്പോൾ പ്രൊഫഷണൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ professional entrepreneurs are entrepreneurs who start a business unit but does not carry on a business for a long time, and he sell out the running business and start another venture. അവരാണ് പ്രൊഫഷണൽ എൻ്റർപ്രനേഴ്സ്. പക്ഷേ നമ്മുടെ തേർഡ് കാറ്റഗറിയാണ് ഓൺ ദ ബേസിസ് ഓഫ് മോട്ടിവേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് മോട്ടിവേഷനിൽ നമ്മൾ മെയിനായിട്ട് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പുവർ എൻ്റർപ്രനർ, ഇൻഡീഡ് എൻ്റർപ്രനർ, മോട്ടിവേറ്റഡ് എൻ്റർപ്രനേഴ്സ് ആൻഡ് സ്പോണ്ടേനിയസ് എൻ്റർപ്രനേഴ്സ്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ്? പുവർ എൻ്റർപ്രനർ എന്നാണ്. പുവർ എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they believe in their own performance. They undertake business on a personal satisfaction, status and ego. ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുവർ എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വയമായിട്ട് ഉള്ള അവരുടെ ഓൺ പെർഫോമൻസിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പുവർ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിനോ ഈഗോയ്ക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത്. പിന്നെ അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും പുവർ എൻ്റർപ്രനറിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുവർ എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വയം പെർഫോമൻസിലായിരിക്കും അവർ ബിലീവ് ചെയ്യുന്നത്. അവരൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ അവർക്ക് സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അവർ ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രനേഴ്സ്. ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റ്സൊക്കെ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യും. അവർ പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രനേഴ്സ് എന്ന്. ദ ബെനിഫിറ്റ് ആർ ദ ഫോം ഓഫ് അസിസ്റ്റൻസ്, ഇൻസെൻറ്റീവ്സ്, സബ്സിഡീസ്, കൺസെഷൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ആ ബെനിഫിറ്റ്സ് കിട്ടുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ ഇൻസെൻറ്റീവ്സ് വഴിയോ സബ്സിഡീസ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെഷൻ വഴിയോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അങ്ങനെ എന്തെങ്കിലും വഴിയായിട്ടായിരിക്കും അവർക്ക് കൺസെഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്.
അപ്പോൾ ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എൻ്റർപ്രനേഴ്സാണ്. അവർ ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് സബ്സിഡീസിൻ്റെയോ അല്ലെങ്കിൽ കൺസെഷൻ്റെയോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ടായിരിക്കും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് പറയുന്നതാണ് മോട്ടിവേറ്റഡ് എൻ്റർപ്രനേഴ്സ്. മോട്ടിവേറ്റഡ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ആർ എൻ്റർപ്രനേഴ്സ് മോട്ടിവേറ്റഡ് ബൈ ദ ഡിസയർ ടു മേക്ക് യൂസ് ഓഫ് ദെയർ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെർട്സ് ആൻഡ് സ്കില്ല്. അതായത് ഒരാളുടെ മോട്ടിവേഷൻ വഴി എൻ്റർപ്രനേഴ്സ് ആവുക, പക്ഷേ അവർക്ക് അവരുടെ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്കിൽസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും മോട്ടിവേറ്റഡ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ അവരും എന്തായിരിക്കും സെൽഫ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും അവർ ബിസിനസ് സ്ഥാപനം കണ്ടക്ട് ചെയ്യുന്നത്. മോട്ടിവേറ്റഡ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടിവേറ്റഡ് ബൈ ഡിസയർ, അവരുടെ ഡിസയർ മോട്ടിവേഷൻ വഴിയായിരിക്കും അവർ ഒരു എൻ്റർപ്രനർഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സ്പോണ്ടേനിയസ് എൻ്റർപ്രനേഴ്സ്. സ്പോണ്ടേനിയസ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആൻഡ് ടു അച്ചീവ് ഓർ പ്രൂവ് ദെയർ എക്സലൻസ് ഇൻ ജോബ് പെർഫോമൻസ്. അതായത് സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും അവർ. അത് അവർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടത്തുന്നത് എന്താ, അവരുടെ അച്ചീവ്മെൻറ്റ്സും അതേപോലെ തന്നെ അവരുടെ ജോബിലുള്ള പെർഫോമൻസിൻ്റെ എക്സലൻസും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സ്പോണ്ടേനിയസ് എൻ്റർപ്രനേഴ്സ് വരുന്നത്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ എൻ്റർപ്രനേഴ്സ് ആയിട്ടാണ് ഇവരെ പറയുന്നത്. അതായത് ഒരു എൻ്റർപ്രനർഷിപ്പ് അവർ സെൽഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും അവർ. അതേപോലെ തന്നെ അവരുടെ ജോബിലെ പെർഫോമൻസും എക്സലൻസും ഒക്കെ പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കും സ്പോണ്ടേനിയസ് എൻ്റർപ്രനേഴ്സ് രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഓൺ ദി ബേസിസ് ഓഫ് മോട്ടിവേഷനിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ 3 കാറ്റഗറീസ് ആണ് വരുന്നത്. ഫസ്റ്റ് ജനറേഷൻ, the second one is modern entrepreneurs and third one is classical entrepreneurs. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ who started industrial unit by means of his own innovation, idea and skill. അതായത് ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ് അവരൊരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്നോവേറ്റീവ് സ്കിൽസും അതേപോലെ തന്നെ ഐഡിയാസും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരെയാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇവർ ഒരു ഇന്നോവേറ്റർ ആയിരിക്കും, അതായത് പുതിയ ഐഡിയാസൊക്കെ കമ്പനിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിവുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ ഇവരെ പറയുന്ന പേരാണ് ന്യൂ എൻ്റർപ്രനർ എന്ന്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങുന്നത് അവരുടെ ഇന്നോവേറ്റീവ് സ്കിൽസും ഐഡിയാസും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവർ ഇന്നോവേറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ഇവരെ പറയുന്ന പേരാണ് ന്യൂ എൻ്റർപ്രനേഴ്സ് എന്ന്. നെക്സ്റ്റ് പറയുന്നതാണ് മോഡേൺ എൻ്റർപ്രനേഴ്സ്. മോഡേൺ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീസ് ആൻ എൻ്റർപ്രനർ ഹൂ അണ്ടർടേക്ക് ദോസ് വെഞ്ചർ വിച്ച് സ്യൂട്ട് ദ മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സ്. അതായത് മോഡേൺ മാർക്കറ്റിങ്ങിൽ ഏതൊക്കെ വെഞ്ചർ തുടങ്ങിയാലാണ് സക്സസ് ആവുക എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ പറയുന്നതാണ് മോഡേൺ എൻ്റർപ്രനേഴ്സ് എന്ന്. അതായത് മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏത് ബിസിനസ്സാണ് ബെറ്റർ ആവാമെന്ന് നോക്കിക്കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് മോഡേൺ എൻ്റർപ്രനേഴ്സ് എന്ന്. നെക്സ്റ്റ് തേർഡ് കാറ്റഗറി വരുന്നതാണ് ക്ലാസിക്കൽ എൻ്റർപ്രനേഴ്സ്. ക്ലാസിക്കൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നതാണ് ട്രഡീഷണൽ എൻ്റർപ്രനേഴ്സ് എന്നാണ് അവരെ പറയുന്ന പേര്. ഹീ ഈസ് വൺ ഓഫ് ദ ഡെവലപ്ഡ് സെൽഫ് സപ്പോർട്ടിംഗ് വെഞ്ചർ ഫോർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ നീഡ്. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡിനായിരിക്കും. കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് വെഞ്ചർ ഡെവലപ്പ് ചെയ്യുന്നവരെ പറയുന്നതാണ് ക്ലാസിക്കൽ എൻ്റർപ്രനേഴ്സ് എന്ന്. അപ്പോൾ ഇത്രയാണ് ഓൺ ദ ബേസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് എൻ്റർപ്രനർഷിപ്പ് ആക്ടിവിറ്റീസ് ആണ്. ഇന്ന് മെയിനായിട്ട് 3 കാറ്റഗറിയാണ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് നോവിസ്. നോവിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂ സ്റ്റാർട്ടഡ് ഹിസ് ഓർ ഹിസ് ഫസ്റ്റ് എൻ്റർപ്രനർ വെഞ്ചർ. അതായത് ഒരു പേഴ്സൺ അയാളുടെ ഫസ്റ്റ് എൻ്റർപ്രനർഷിപ്പ് ആക്ടിവിറ്റി തുടങ്ങുന്നതിനെ പറയുന്നതാണ് നോവിസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സീരിയൽ എൻ്റർപ്രനേഴ്സ്. സീരിയൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അറ്റ് എ ടൈമിൽ ഒരുപാട് എൻ്റർപ്രനർഷിപ്പ് തുടങ്ങും, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതിനെ പറയുന്നതാണ് സീരിയൽ എൻ്റർപ്രനേഴ്സ് എന്ന്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അത് ഒരുവിധം സക്സസ് ആയെന്ന് തോന്നും, അവർ ചിലപ്പോൾ അത് സെല്ല് ചെയ്യും അല്ലെങ്കിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും.
നെക്സ്റ്റ് പറയുന്നതാണ് പോർട്ട്ഫോളിയോ എൻ്റർപ്രനേഴ്സ്. പോർട്ട്ഫോളിയോ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ സ്റ്റാർട്ടഡ് ആൻഡ് റൺ എ നമ്പർ ഓഫ് ബിസിനസ് അറ്റ് എ സെയിം ടൈമിൽ തന്നെ അവർ ഒരുപാട് ബിസിനസ് ഒരുമിച്ച് കൊണ്ടുപോകും. അതേപോലെ തന്നെ വെറൈറ്റി ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഈ പോർട്ട്ഫോളിയോ എൻ്റർപ്രനേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് സ്പ്രെഡ് ചെയ്യാന്നാണ്. ഇപ്പം ഒരേപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഫേമിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അവർക്ക് നഷ്ടമാണെന്നുണ്ടെങ്കിൽ വേറൊരു ഫേമിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പോർട്ട്ഫോളിയോ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ ഒരേപോലത്തെ ഒരുപാട് വെഞ്ചേഴ്സ് അറ്റ് എ ടൈമിൽ അവർ സ്റ്റാർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ഷെയർ ചെയ്യാനായിട്ട്. ഒന്നിൽ നഷ്ടം വന്നാൽ മറ്റൊന്നിൽ ലാഭം ഉണ്ടാക്കാനായിട്ടാണ് ഈ പോർട്ട്ഫോളിയോ എൻ്റർപ്രനേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് എൻ്റർപ്രനറിയൽ ആക്ടിവിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ക്ലാസിഫിക്കേഷൻ ബൈ ക്ലിയറൻസ് ഡാൻഹോഫ്. ഇതിൻ്റെ അകത്ത് വരുന്ന കാറ്റഗറീസാണ് ഇന്നോവേറ്റീവ് എൻ്റർപ്രനേഴ്സ്, അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എൻ്റർപ്രനേഴ്സ്, ഫാബിയൻ എൻ്റർപ്രനേഴ്സ് ആൻഡ് ഡ്രോൺ എൻ്റർപ്രനേഴ്സ്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന കാറ്റഗറീസ്. അതിൻ്റെ അത് ഫസ്റ്റ് വണ്ണാണ് ഇന്നോവേറ്റീവ് എൻ്റർപ്രനേഴ്സ്. ഇന്നോവേറ്റീവ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? ആൻഡ് ഇന്നോവേറ്റീവ് എൻ്റർപ്രനർ ഇൻട്രൊഡ്യൂസ് ന്യൂ ഗുഡ്സ്, inaugurate new methods of production, discover new market and recognize the enterprise. അതായത് ഇന്നോവേറ്റീവ് എൻ്റർപ്രനേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഇന്നോവേറ്റീവ് ടെക്നിക്സും അതേപോലെ തന്നെ ന്യൂ ഗുഡ്സൊക്കെ കൊണ്ടുവരിക, അതേപോലെ തന്നെ പുതിയ മെത്തേഡ്സൊക്കെ പ്രൊഡക്ഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ന്യൂ മാർക്കറ്റ് ഡിസ്കവർ ചെയ്യുക. ഇതൊക്കെയാണ് ഇന്നോവേറ്റീവ് എൻ്റർപ്രനേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നോവേറ്റീവ് എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ന്യൂ ഗുഡ്സ്, അതേപോലെ തന്നെ ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്കവർ ന്യൂ മാർക്കറ്റ്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഇന്നോവേറ്റീവ് എൻ്റർപ്രനേഴ്സ്. നെക്സ്റ്റ് പറയുന്നതാണ് അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എൻ്റർപ്രനേഴ്സ്. അഡോപ്റ്റീവ് ആൻഡ് ഇമിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ടെക്നോളജീസോ കാര്യങ്ങളോ ഒന്നോ അഡോപ്റ്റ് ചെയ്യില്ല. പകരം എന്താണോ ഇപ്പം നിലവിൽ ഓർഗനൈസേഷനിൽ നിലനിന്ന് പോകുന്നത് അതിനെ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എൻ്റർപ്രനേഴ്സ് ചെയ്യുക. എക്സിസ്റ്റിംഗ് ആയിട്ട് എന്താണോ ഉള്ളത് അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എൻ്റർപ്രനേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഫാബിയൻ എൻ്റർപ്രനേഴ്സ്. ഫാബിയൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർപ്രനേഴ്സ് ട്രഡീഷണലി ബോണ്ട് ചെയ്തിരിക്കുന്നത്, അതായത് ട്രഡീഷണലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതായിരിക്കും ഫാബിയൻ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ നോർമലി ഷൈ ആൻഡ് ലേസി നേച്ചറുള്ള ആൾക്കാരായിരിക്കും. അവരുടെ പൂർവികന്മാർ അല്ലെങ്കിൽ അവരുടെ ഫുഡ് സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രീഡീസേഴ്സ് എന്തൊക്കെയാണോ തുടർന്നു കൊണ്ട് പോകുന്നത് അത് തന്നെ തുടർന്ന് പോകാൻ ഇഷ്ടമുള്ളവരായിരിക്കും ഈ ഫാബിയൻ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ട്രഡീഷണലി ബൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫേം ആയിരിക്കും. അതേപോലെ തന്നെ അവർ ന്യൂ ടെക്നിക്സോ കാര്യങ്ങളോ ഒന്നും അഡോപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കില്ല. എന്താണോ അവരുടെ പൂർവികന്മാർ നിലനിർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് അത് തന്നെ വെച്ച് മുന്നോട്ട് പോകാനായിരിക്കും അവർക്ക് താല്പര്യം. ഇവരെന്താണ് ബിക്കോസ് ഓഫ് ഈസ് എ ഷൈ ആൻഡ് ലേസി നേച്ചറുള്ള ആൾക്കാരായിരിക്കും ഫാബിയൻ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് ഫാബിയൻ എൻ്റർപ്രനേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡ്രോൺ എൻ്റർപ്രനേഴ്സ്. ഡ്രോൺ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രോൺ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞാലും ഈ ഫാബിയൻ പോലെ തന്നെയാണ്. അവർ ന്യൂ ടെക്നോളജീസോ കാര്യങ്ങളോ ചേഞ്ചസ് ഒന്നും അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടായിരിക്കില്ല. അവർ ഫോളോ ചെയ്യുന്നതും ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ തന്നെയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലോസ് വന്നാലോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ട്രഡീഷണൽ മെത്തേഡ്സ് തന്നെ യൂസ് ചെയ്ത് പോകുന്നത്. ഡ്രോൺ എൻ്റർപ്രനേഴ്സ് ഈസ് സിമിലർ ടു ഫാബിയൻ എൻ്റർപ്രനേഴ്സ്. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനൊന്നും അവർ അഡോപ്റ്റ് ചെയ്യാൻ അവർ വില്ലിങ് ആയിരിക്കില്ല. ബിക്കോസ് ഓഫ് അവർ എന്തെങ്കിലും ലോസസോ കാര്യങ്ങളൊക്കെ വന്നാലോ എന്നുള്ള പേടി കൊണ്ട് അവർ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇതാണ് ഡ്രോൺ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കൊമേഴ്ഷ്യൽ എൻ്റർപ്രനേഴ്സ്. കൊമേഴ്ഷ്യൽ എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ആർ എൻ്റർപ്രനേഴ്സ് ഹൂ സ്റ്റാർട്ട് ബിസിനസ് എൻ്റർപ്രൈസ് ഫോർ എ പേഴ്സണൽ ഗെയിൻ. അതായത് അവരുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് ആരാണോ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെ പറയുന്നതാണ് കൊമേഴ്ഷ്യൽ എൻ്റർപ്രനേഴ്സ് എന്ന്. ഈ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ കാറ്റഗറി ഓഫ് എൻ്റർപ്രനേഴ്സും ഈ കൊമേഴ്ഷ്യൽ എൻ്റർപ്രനേഴ്സിൽ വരുന്നതാണ്. അതായത് എൻ്റർപ്രനർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവരുടെ മെയിൻ എയിം എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ എൻ്റർപ്രനേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ എൻ്റർപ്രനർ എന്നുള്ള ഹെഡിലായിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് സോഷ്യൽ എൻ്റർപ്രനർ. സോഷ്യൽ എൻ്റർപ്രനർ എന്ന് പറയുമ്പോൾ ദോസ് ആർ ഹൂ സ്റ്റാർട്ടഡ് വെഞ്ചർ നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ബട്ട് ഫോർ പ്രൊവൈഡിങ് സോഷ്യൽ വെൽഫെയർ.
സോഷ്യൽ എൻ്റർപ്രനർ എന്ന് പറയുമ്പോൾ അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കില്ല. അവരൊരു സോഷ്യൽ സർവീസ് പോലെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പോലെ ബിസിനസ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും സോഷ്യൽ എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സോഷ്യൽ എൻ്റർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും നോട്ട് ഫോർ എ പ്രോഫിറ്റ് ബട്ട് ഫോർ സോഷ്യൽ വെൽഫെയർ. ദീസ് ആർ ദ സോഷ്യൽ എൻ്റർപ്രനർ. നെക്സ്റ്റ് ഹെഡിങ് വരുന്നതാണ് കോപ്പറേറ്റേഴ്സ്. കോപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കപ്പിൾസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ലേ, അതിനെ പറയുന്നതാണ് കോപ്പറേറ്റേഴ്സ് എന്ന്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവരുടെ ജോയിൻറ്റ് വെഞ്ചർ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് കോപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കോപ്പറേറ്റേഴ്സ് ആർ എൻ്റർപ്രനറിയൽ കപ്പിൾസ് ഹൂ വർക്ക് ടുഗദർ ആസ് എ കോ ഓണേഴ്സ് ഓഫ് ബിസിനസ്. അതായത് അവരുടെ ബിസിനസ്സിൽ അവർ കോ പാർട്ട്നേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ കോ ഓണേഴ്സ് ആയിരിക്കും. അവരെ പറയുന്നതാണ് കോപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ടൈപ്സ് ഓഫ് എൻ്റർപ്രനേഴ്സ് ആണ് നമ്മൾ എടുത്തത്. അതിൻ്റെ വേരിയസ് ക്ലാസിഫിക്കേഷൻ നമ്മളെടുത്തു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.